അങ്ങനെ ഞങ്ങൾ 2 പേരും ഒന്നിച്ചുള്ള ബർത്ത്ഡേ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹെസായുടെയും ബർത്ത് ഡേറ്റും മന്തും മാത്രമല്ല ഡേയും അതേപോലെ ടൈമും വരെ സെയിം ഇയർ മാത്രമേ മാറിയിട്ടുള്ളൂ കേട്ടോ. ഹെസ എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ ഈ ഡേക്ക് വേണ്ടിയിട്ട്. നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് അടിച്ച് പൊളിക്കണം, അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ എന്താ ഞാൻ ഓഫീസിൽ നിന്ന് വന്നു, കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവർക്കും കൊടുത്തു. പിന്നെ അന്ന് 12 മണിക്ക് തന്നെ ഇച്ചുവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ചിക്കൻ കറിയുടെ ഒരു ബ്ലാക്ക് ഡ്രസ്സ്. അതാണ് ഞാൻ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇട്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള വേഫിൽസും ചോക്കോ ബ്രൗണി സൺഡേയൊക്കെ മേടിച്ചു തന്നു കേട്ടോ. അങ്ങനെ ഈവനിങ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് കരുതി ഇച്ചുവിനെ വെയിറ്റ് ചെയ്ത് നിന്ന് ഇച്ചു ഒരു 10 മണി 10:30 ആയിട്ടോ. അപ്പോഴേക്കും യുവാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇച്ചു വരുന്ന വഴിക്ക് പിള്ളേരെ എല്ലാവരെയും കൊണ്ടുവന്നു. അങ്ങനെ ഹിസാക്ക് എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് പുട്ടും കട്ടനിൽ പോകണമെന്ന് പറഞ്ഞു ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ഞാൻ ആ ഒരു ഷോർട്സ് ഞാനിവിടെ കാണിക്കാം കേട്ടോ ഏതാന്ന്. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ അവിടെ തന്നെ വന്നു. അവിടെ ഒരു 3 മണി 4 മണി വരെയൊക്കെ ഓപ്പൺ ആയിരിക്കും കേട്ടോ. അങ്ങനത്തെ ഇടിയപ്പവും കാന്താരി ചിക്കനും, പിന്നെ പുട്ട് ചിക്കൻ പുട്ട് ബിരിയാണി, ബീഫ് പുട്ട് ബിരിയാണി, ബീഫ് ഓംലേറ്റ്, ചപ്പാത്തിയും എഗ് റോസ്റ്റും, അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ഒരു സ്പെഷ്യൽ മിൻറ്റ് ബ്ലാക്ക് ടീ ഉണ്ടോ, ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ബ്ലാക്ക് ടീ പൊതുവെ ഇഷ്ടമല്ല, ബട്ട് അവിടുത്തെ ടീ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അങ്ങനെ അതും കൂടെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്തുള്ള ഒരു ഐസ്ക്രീം ഷോപ്പിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഐസ്ക്രീമും കഴിച്ചു. പിന്നെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഗെയിമാണ് നമ്പർ ചലഞ്ച്, അതൊക്കെ കളിച്ചു കേട്ടോ. അങ്ങനെ അവരെ വീട്ടിലിറക്കിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഡേറ്റ് കാണാം. ബൈ.